ഹലോ ഗൈസ്, അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വയനാട് ദുരിതബാധിതർക്കായിട്ടുള്ള ടൗൺഷിപ്പിന്റെ തറക്കല്ല് ഈ മാസം 27-നാണ് കേട്ടോ ഇടുന്നത്. നിങ്ങൾക്കറിയാം 2024 ജൂലൈ 30 പുലർച്ചെയായിരുന്നു ശക്തമായ പേമാരിയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടാവുകയും വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ ഗ്രാമങ്ങളൊക്കെ ആ ഒരൊറ്റ പകലുകൊണ്ട് തന്നെ മൊത്തവും നശിച്ചു. ആൾമോസ്റ്റ് ഒരു 400 പേരധികം മരിക്കുകയും 150 പേരതിൽ കൂടുതൽ മിസ്സിംഗ് ആവുകയും ചെയ്തു കേട്ടോ. അവരെ പുനരധിവാസത്തിന് വേണ്ടി പിന്നെ ധനസംഭരണമൊക്കെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ശക്തമായിട്ടുള്ള ഒരു നല്ലൊരു റെസ്പോൺസ് തന്നെ ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് ഫണ്ട് ഗവൺമെന്റിലോട്ട് ഈ ഒരു വയനാടിനെ രക്ഷിക്കാൻ വേണ്ടി നല്ല രീതിക്ക് ഫണ്ടിങ് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ചൊരു സ്ലോ ആയി അവിടെ. പിന്നീട് ഇപ്പോഴാണ് അതിന്റെ ഒരു ഒരു നിർദ്ദേശം വരുന്നത്. ഈ മാസം 27-ാം തീയതി ദുരിതബാധിതർക്കായിട്ടുള്ള പുനരധിവാസത്തിന് വേണ്ടി ടൗൺഷിപ്പിന്റെ തറക്കല്ലിടുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് വരുമെന്നാണ് റവന്യൂ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. കൂടാതെ അതിവേഗം വളരെയധികം ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ടൗൺഷിപ്പിന്റെ പണി പൂർത്തിയാക്കി അവർക്ക് കയറി താമസിക്കാനുള്ള സജ്ജീകരണം ചെയ്യുമെന്നാണ് നിയമസഭയിലും പറഞ്ഞിട്ടുള്ളത്. അപ്പം എത്രത്തോളം വേഗത്തിലായിരിക്കും ഇത് ചെയ്യുന്നത് കണ്ടു തന്നെ അറിയാം. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ പണിയൊക്കെ കംപ്ലീറ്റ് ആയി അവർക്കൊക്കെ കയറി താമസിക്കാനുള്ള ഒരു സാഹചര്യം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് വേറെ തടസ്സങ്ങളൊന്നും ഇതിന്റെ ഇടയിൽ വരാതിരുന്നാൽ മതി. ഇനി അടുത്ത വീണ്ടും ഒരു ഫണ്ടിങ്ങിന് വേണ്ടി വീണ്ടും ഒരു അടുത്ത ധനസംഭരണം തുടങ്ങുമോ എന്ന് അറിയത്തില്ല. അന്നത്തെ ഫണ്ടുകളെല്ലാം അതുപോലെ ഇരിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. തീരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം. അപ്പം എത്രയും പെട്ടെന്ന് കുറെ മാസം ഇപ്പൊ തന്നെ 8 ജൂലൈ ആൾമോസ്റ്റ് 8 മാസത്തിൽ കൂടുതലായി. അപ്പം ഇത്രയും നാള് അവര് കുടുംബങ്ങളെ നഷ്ടപ്പെട്ടു. കൂടാതെ വീണ്ടും അവർ സ്ട്രഗിളിങ്ങിലാണ്. അപ്പോൾ ഇതിന്റെ വളരെയധികം പെട്ടെന്ന് നടക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഇതിന്റെ ഒരു പുനരധിവാസത്തിന്റെ ഇനിയും വൈകാൻ പാടില്ല. ഈ ഒരു 2025 കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ മാക്സിമം ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത്രയും നല്ലത്. പിന്നീട് ഇനിയിപ്പോ അടുത്ത വേറെ വർണ്ണങ്ങളൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇത് കയറി ആമയഞ്ചാൻ തോട് കണക്ക് ഇതായി പോവും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതൊക്കെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നടക്കും എന്ന് പ്രതീക്ഷിക്കാം.